പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ വർക്കിംഗ് ഡേയിലെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. മെയിൻലി ക്ലീനിങ് ആണ് ഇന്നത്തെ ദിവസം നോക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ്, വർക്ക് കുറച്ച് കുറവുള്ളൊരു ദിവസമായതുകൊണ്ട് ക്ലീനിങ്ങിൽ കുറച്ച് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പുതിയൊരു റുട്ടീൻ പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ക്ലീനിങ് ചെയ്യുന്നത്. പറ്റുന്ന പോലെ മാക്സിമം നന്നായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണെങ്കിൽ ഡെയിലി ചെയ്യേണ്ട കുറച്ച് ടാസ്കുകൾ ഉണ്ടാവും, അതിൻ്റെ കൂട്ടത്തിൽ വീക്ക്ലി ചെയ്യേണ്ട ഒരു ടാസ്കും ഉണ്ടാവും. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ. അപ്പം ഡെയിലി ചെയ്യേണ്ട ടാസ്കിൽ മസ്റ്റായിട്ട് വരുന്നതാണ് ബെഡ് വിരിച്ചിടുക എന്നുള്ളത്. അപ്പം ഞാൻ അത് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൂമിലെ ബെഡ് ഒന്ന് മേക്ക് ചെയ്യാണ്. എല്ലാവർക്കും എപ്പോഴും അറിയുന്ന പോലെ തന്നെ ബെഡ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു സമാധാനമാണ്, അടുത്ത ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഉത്സാഹമാണ്. വീട് പെട്ടെന്ന് തന്നെ ഒന്ന് ക്ലീനായി മാറുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതാ ഒരു ബെഡിൻ്റെ പണി കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത റൂമിലെ ബെഡും കൂടി ഒന്ന് സെറ്റാക്കി ഇടാണ്. പിന്നെ ഒരു ബെഡ്റൂമും കൂടിയാണുള്ളത്, അത് ഞാൻ മോള് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി വരുന്ന ടാസ്കുകളുടെ കൂട്ടത്തിൽ വരുന്നതാണ് സെക്കൻഡ് വരുന്നത് ലോണ്ട്രി. ആ ഒരു ദിവസത്തെ ലോണ്ട്രി എല്ലാം ഒന്ന് കവർ ചെയ്യുക എന്നുള്ളത്. അതായത് ഒരു ലോഡ് ലോണ്ട്രി മസ്റ്റായിട്ടും വാഷ് ചെയ്യാനിടുക. പിന്നെ ആ ദിവസം എന്തൊക്കെ തുണികളാണോ ഉണങ്ങി വന്നിരിക്കുന്നത് അതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് വാർഡ്രോബിൽ ഒതുക്കി വെക്കുക. അപ്പോഴാണ് നമ്മുടെ ഒരു ലോണ്ട്രി റുട്ടീൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അത് ഡെയിലി മസ്റ്റായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഡെയിലി റുട്ടീനിലെ സെക്കൻഡ് ടാസ്ക്. അപ്പോൾ ഇത് മുന്നേ ആണെങ്കിലും ഞാൻ ഫോളോ ചെയ്ത് വന്നിരുന്നൊരു കാര്യമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ലോണ്ട്രി ഒരിക്കലും കൈവിട്ട് പോകാൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്ര അധികം ഡ്രസ്സുകൾ നമുക്കിവിടെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവും. അപ്പോൾ മുന്നേ ആണെങ്കിലും ഒരു ലോഡ് ലോണ്ട്രി മസ്റ്റായിട്ട് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ അത് മാക്സിമം അന്ന് തന്നെ മടക്കി ഒതുക്കി വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ തുണികൾ അന്നന്ന് മടക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ഇവിടെ ലോണ്ട്രി ബാസ്ക്കറ്റ്സ് ഉണ്ട്, അപ്പോൾ അതിനകത്താക്കി വെക്കാൻ ഞാൻ നോക്കാറുണ്ട്. ബെഡിൽ ഇടുന്ന പരിപാടി മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി വരുന്ന ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ക്വിക്കായിട്ട് പിക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഏകദേശം എനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരു റുട്ടീനോട് സിമിലറായിട്ട് വരുന്നൊരു റുട്ടീൻ പോലെ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്തെടുക്കാനും എനിക്ക് എളുപ്പമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിൾ എന്ന് പറഞ്ഞാൽ നല്ല മെസ്സിയായി കിടപ്പുണ്ട്. അപ്പോൾ പിക്കപ്പ് നമുക്ക് ഡൈനിങ് ടേബിൾ എന്തായാലും സെറ്റാക്കി ഇടാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഡൈനിങ് ഏരിയ അതുപോലെ സിറ്റിംഗ് ഏരിയ, ആ ഒരു ഏരിയ ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നന്നായിട്ട് ഇടുക എന്നുള്ളതാണ് ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത്. മെയിൻലി ഒരുപാട് നമുക്ക് പിക്കപ്പ് എന്നും പറഞ്ഞ് എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ കൊണ്ടുപോകുന്നില്ല. ഇത് എല്ലാം കൂടി 15 മിനിറ്റ്സിൽ ഇൻക്ലൂഡ് ആക്കാനാണ് നമ്മുടെ റുട്ടീനിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ആക്ച്വലി ഒരു 45 മിനിറ്റ്സ് എങ്കിലും ഈ ഒരു സംഭവങ്ങളെല്ലാം കൂടി ചെയ്യാൻ വേണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ അതാ ഡൈനിങ് ടേബിള് ക്ലിയർ ചെയ്തൊന്ന് സെറ്റാക്കി ഇടുകയാണ്. ഇപ്പം നമ്മളൊരു ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് സമയമേ കിട്ടുള്ളൂ. ഇപ്പോൾ ക്ലീൻ ചെയ്യാനാണെങ്കിലും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ, ഇപ്പം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആയതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ വർക്കിംഗ് മദേഴ്സിന് രാവിലെയുള്ള കുറച്ച് സമയം അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയം, അപ്പോൾ സമയം വളരെ കുറവാണ്. അപ്പോൾ ഈ ചെറിയ സമയത്തിൽ എങ്ങനെ നമുക്ക് വീട് അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ പ്രസൻറ്റബിളായി ക്ലീനായി കൊണ്ടുപോകാമെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയത് നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള സമയം എത്രയുണ്ട്, നമുക്കൊരു ദിവസം എത്ര സമയം ഇതിനു വേണ്ടി കൊടുക്കാൻ പറ്റുന്നുള്ള ആ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഏതൊരു സമയത്താണ് അത് ചെയ്യാമെന്നുള്ളതും കൂടി ഇവാലുവേറ്റ് ചെയ്താൽ എന്നിട്ട് സെറ്റാക്കി നമ്മൾ ഒരു ടാസ്കും കൂടി നോക്കി വെച്ചാൽ ഈസി ആയിട്ടല്ലെങ്കിലും ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ റുട്ടീനിലെ അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് ഹെവി ട്രാഫിക് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ അടിച്ചു വാരി തുടച്ചിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ വീട്ടിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഹെൽപ്പ് വരാത്ത ദിവസം ആണെങ്കിൽ കൂടിയും നമ്മൾ ഈ മെയിൻ ട്രാഫിക് ഏരിയാസ് നല്ലപോലെ അടിച്ച് തുടച്ചിടുക എന്നുള്ളതാണ് കേട്ടോ അടുത്തൊരു ടാസ്ക്. അപ്പം എനിക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ തുടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല, കാര്യം നല്ല തിരക്കുള്ള സമയത്ത് പറ്റില്ല. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് അത്യാവശ്യം സമയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാനും കൂടി ഈ ഒരു ഡേ ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കുറച്ച് ഡെയിലി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം കുക്കിങ്ങിൻ്റെ സെക്ഷനിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ച് പ്രിപ്പറേഷനെല്ലാം മിക്കവാറും ഉച്ച സമയത്താണ്. രാവിലെ തന്നെ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റാറില്ല, ഞാൻ ശ്രമിക്കാറുമില്ല കേട്ടോ. രാവിലെ ധൃതി പിടിച്ച് തീർക്കാൻ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ശ്രമിക്കാറില്ല. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാൽ
സാമ്പാറും പിന്നെ ബീൻസ് മെഴുക്കുവരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പുതിയ കുക്കറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ കുക്കർ ചീത്തയായപ്പോഴത്തേനും ഒരെണ്ണം കൂടി വാങ്ങിച്ചു. എനിക്ക് ചെറിയ കുക്കറിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യം നന്നായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അതെന്തായാലും വാങ്ങി. പിന്നെ കുക്കിംഗ് ടൈമിൽ എന്തായാലും സാമ്പാർ കഷ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും, അതുപോലെ ബീൻസും അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ റെഗുലറായിട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ജോലി ആവുന്നതിന് മുൻപ് എന്ന് പറഞ്ഞാൽ എനിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നം ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രിപ്പ് ചെയ്ത് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യാറ്. അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചതും കുറച്ചുകൂടി എടുത്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ ചെയ്യുകയാണ്. ആകുമ്പോൾ ഈ ബാക്കിയുള്ള പാത്രങ്ങൾ നമുക്ക് കഴുകി അങ്ങ് വെക്കാമല്ലോ. അപ്പോൾ അതിനുള്ള സ്പേസ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. മുന്നേയൊക്കെ ഇതിനും എനിക്ക് മടിയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടൊരു സമയം കിട്ടുമ്പോൾ ഞാനത് വേഗം തന്നെ ചെയ്തു വയ്ക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ പരിപ്പ് വേവിക്കാൻ, പിന്നെ അതുപോലെ ബീൻസ് വേവിക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അരി ഇടുകയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അത്രയും കവർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നേരത്തെ അടിച്ചിട്ടല്ലോ, അപ്പം ഒന്ന് തുടച്ചിടാനും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇനി പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യലുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതങ്ങ് ആ ഒരു കുറച്ച് ഏരിയ, അതായത് ഡൈനിങ് തൊട്ട് കിച്ചൺ വരെയുള്ള ഏരിയ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇനി ജോലിയും തിരക്കൊക്കെ ആയിട്ട് കുറച്ചങ്ങോട്ട് പോവും. അപ്പം ആ ഒരു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താൽ നമുക്കൊരു സമാധാനമായിരിക്കുമല്ലോ. അപ്പോൾ അതേതായാലും ഒന്ന് ഫിനിഷ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ബ്രേക്ക് എടുത്തത് ആ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ മിഡ് മോർണിംഗ് സ്നാക്കൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഒരു 5 മിനിറ്റ് കേട്ടോ. നമ്മൾ എത്ര തിരക്കാണെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്നിരുന്ന് ഒന്ന് സമാധാനമായിട്ടൊരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുക്കുന്നത് എപ്പോഴും നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വർക്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കും. അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കിച്ചണിലെ ജോലികൾ കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ, അങ്ങനെ. പിന്നെ ഞാനിന്നൊരു ഹെയർ പാക്ക് ഇടുന്നുണ്ട്. ഇത് മുരിങ്ങയിലയും തൈരും കൂടിയിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ. വർക്കിൻ്റെ കാര്യങ്ങളിലേക്ക് പിന്നെയും കുറേ കഴിഞ്ഞിട്ട് തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ മോൾക്ക് വിശന്നപ്പോൾ അവളുടെ ഒരു റീസെൻറ്റ് പരിപാടിയാണ് കേട്ടോ. നമ്മളിങ്ങനെ ഈ കോൺ ചുട്ടെടുക്കില്ലേ, അപ്പം ഇതിന് മുന്നേയൊക്കെ നമ്മളിങ്ങനെ കോൺ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുക. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പം ഒരു റീസെൻറ്റ് ഫേവറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സാംസാണ്, പഠിക്കുകയാണ്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തെടുക്കലാണ് ഇപ്പോഴത്തെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഒരു കോൺ ഡെയിലി ചെയ്യലുണ്ടാവും. അപ്പോൾ പിന്നെ നമ്മുടെ കുക്കിംഗ് ഇതാ ഇവിടെ നടക്കുന്നുണ്ട്. ബീൻസ് ഞാൻ ഒലത്തിയെടുത്തു, സാമ്പാർ ആക്കിയിട്ടുണ്ട്. ലഞ്ചിന് സാമ്പാറും ബീൻസ് മെഴുക്കുവരട്ടിയും. പിന്നെ ഇവിടെ ഗ്രീൻസ് അങ്ങാടി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വെജിറ്റബിൾ സാലഡ് കിട്ടും. നല്ല ടേസ്റ്റുള്ള സാലഡാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് നമ്മൾ പാൻ പിസ്സയാണ് കേട്ടോ. പാൻ പിസ്സ എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം കുറേ നാളായി പിസ്സയൊക്കെ വാങ്ങിച്ചിട്ട്, അപ്പോൾ അത് ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. അതിനൊക്കെ ശേഷമാണ് പിന്നെ ഉച്ചയ്ക്കലത്തെ പാത്രങ്ങൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ക്ലീൻ ആക്കി വെക്കും. അതല്ലെങ്കിൽ വൈകിട്ട് ഒക്കെ ആകുമ്പോഴാണ് എല്ലാം കൂടി ക്ലീൻ ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് പോമഗ്രാനൈറ്റ് ഇങ്ങനെ പൊളിച്ച് എടുക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചീര അരിഞ്ഞു വെക്കാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ക്ലീനിങ് റുട്ടീനിൽ നമ്മൾ ഡെയിലി ചെയ്യേണ്ട ക്ലീനിങ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു. പിന്നെ അതുപോലെ വീക്ക്ലി ടാസ്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഫ്രൈഡേയ്സിൽ നമ്മൾ ബാക്കി എല്ലാ ദിവസവും വീക്ക്ലി ടാസ്ക് ആണെങ്കിൽ ഫ്രൈഡേ നമ്മൾ മന്ത്ലി ക്ലീൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് തന്നെ ഒരു ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ടാസ്ക് എടുത്തു. അപ്പോൾ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബാൽക്കണി ക്ലീൻ ചെയ്യാനാണ് കേട്ടോ. അപ്പം കുറേ നാളായിട്ട് പെൻഡിങ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ വളരെ മോശമായിട്ട് കിടക്കുകയായിരുന്നു ഈ ഒരു ബാൽക്കണി. മെയിനായിട്ടുള്ള ഏരിയാസൊക്കെ ക്ലീൻ ചെയ്ത് പോകുന്നല്ലാതെ ഈ ഒരു ഏരിയയിലോട്ട് ശരിക്കും അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഡെഡിക്കേറ്റ് ആയിട്ട് ഒരു ഡേ ഒക്കെ വെക്കുമ്പോൾ ചിലപ്പം നമ്മൾ അപ്പം ആ ഒരു ദിവസം ആ ടാസ്ക് എന്നുള്ള നിലയ്ക്ക് ചെയ്തു പോകുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ബാൽക്കണി കുറേ നാളായിട്ട് മനസ്സിൽ ഇങ്ങനെ തോന്നിയിരുന്ന ഒരു കാര്യമായിരുന്നു, ഇത് ക്ലീൻ ചെയ്യണം. പക്ഷേ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ഇതവിടെ കിടക്കും. അപ്പം ഇന്ന് കമ്പാരിറ്റീവ്ലി കുറച്ച് സമയമുള്ളൊരു ദിവസം ആയതുകൊണ്ട് എന്തായാലും ഈ ഒരു ടാസ്ക് അങ്ങ് കംപ്ലീറ്റ് ആക്കാം. പിന്നെ നമ്മുടെ മന്ത്ലി ക്ലീനിങ് ടാസ്കിൻ്റെ ഡേയും ആണ്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചുകൂടി തുണി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മൾ വിരിച്ചിട്ട തുണികൾ ബാക്കി മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് ആ ബാൽക്കണി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ഞാൻ എന്തായാലും തുണികൾ മടക്കുന്നില്ല, എല്ലാം ആ ഒരു ബാസ്ക്കറ്റിലോട്ട് മാറ്റിയിട്ട് ക്ലീനിങ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു 30 മിനിറ്റിൽ ഒതുങ്ങുന്ന രീതിയിലാണ് ക്ലീൻ ചെയ്തത്. ഒത്തിരി ഭംഗിയായിട്ട് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല എങ്കിൽ കൂടിയും അവിടെ കിടന്ന കച്ചറയൊക്കെ മാറ്റി അത്യാവശ്യം അവിടെ ഉണ്ടായിരുന്ന അഴുക്കൊക്കെ വെള്ളമൊഴിച്ച് കഴുകി അത്യാവശ്യം നീറ്റായിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ കുറച്ച് ഡീക്ലട്ടറിങ് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു പോവാണ്. ഓരോരോ എന്താ പറയുക ഐറ്റംസ് ആയിട്ട് കാറ്റഗറി ആയിട്ട് ചെയ്തു പോവാണ്. അതായത് ഡ്രസ്സ്, പിന്നെ ബുക്സ്, അങ്ങനെ നോക്കി നോക്കി ചെയ്തു പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ബുക്സിൻ്റെ കാറ്റഗറി എടുക്കാമെന്നാണ് വിചാരിച്ചത്. എനിക്ക് ഏറ്റവും ടഫായിട്ടുള്ളൊരു കാറ്റഗറിയാണ് ബുക്സ്. കാര്യം നമുക്ക് അതിൽ നിന്ന് ഏതാണ് ഒഴിവാക്കേണ്ടതെന്ന് ചൂസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം കുറേ ബുക്സൊക്കെ വായിച്ചു തീർന്നതാണ്. അപ്പം ഞാൻ റീസെൻ്റ്ലി കുറച്ച് ബുക്സ് ഡൊണേറ്റ് ഒക്കെ ചെയ്തു കേട്ടോ. എന്നാലും ചില സമയത്തെങ്കിലും ആവശ്യത്തിൽ കൂടുതൽ ഇരിക്കുന്നുണ്ടോ ബുക്സ് എന്ന് തോന്നാറുണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ബുക്ക് ഷെൽഫ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നത്. എന്തായാലും പിന്നെ ഞാൻ ഈ ഒരു സ്റ്റോറേജ് ബോക്സസിലാണ് ബുക്സൊക്കെ എടുത്തു വെക്കുന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ചില സമയത്ത് നമ്മൾ കുട്ടികളുടെ പഴയ ബുക്സൊക്കെ ഇതിനകത്ത് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാറ്റഗറീസ് ഉണ്ടെങ്കിൽ, പിന്നെ മുന്നത്തെ ക്ലാസ്സുകളിലുള്ള ബുക്സൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെയൊക്കെ നോക്കിയിട്ട് ഏതെങ്കിലുമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ പയ്യെ ബാക്കി ഒഴിവാക്കാൻ പറ്റുന്ന ബുക്സ് ഇനിയും ഒരു അടുത്തൊരു സോർട്ടിങ്ങിൽ ഒഴിവാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ഇപ്രാവശ്യം നോക്കിയപ്പോഴത്തേനും കുറച്ച് പഴയ ബുക്സൊക്കെ ഇതിൻ്റെ ഇടയിൽ ധൃതിയിലൊക്കെ ഞാൻ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ ആ ബുക്സൊക്കെ ഒന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. കുറച്ചാണെങ്കിലും നമുക്ക് അത്രയും മാറ്റിയാൽ അത്രയും നല്ലത് എന്നുള്ളൊരു ഇതിൽ പറ്റാവുന്ന കുറച്ച് ബുക്സെങ്കിലും മാറ്റി ഇനിയിപ്പം നെക്സ്റ്റ് ഒരു സോർട്ടിങ്ങിൽ കുട്ടികളെയൊക്കെ വെച്ചിട്ട് അവർക്ക് താല്പര്യമില്ലാത്ത ബുക്സ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ലൈബ്രറിയിലോ എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഈവനിങ് ആയി. അപ്പോഴത്തേനും കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകിയെന്ന് മാത്രമല്ല എല്ലാം തുടച്ചെടുത്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ ബാക്കി നമുക്ക് ഡിന്നറിന് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചമുളക് ഞെട്ട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോമഗ്രാനൈറ്റ്, അത് നമ്മൾ അടർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്നാക്കിങ്ങിന് നല്ലതാണ്. പിന്നെ വൈകുന്നേരം ഞാൻ കുറച്ച് വൈറ്റ് റൈസ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഈ ഒരു റൈസ് കുക്കറിലാണ് എപ്പോഴും വൈറ്റ് റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസും കൂടി ചേർത്തിട്ടുണ്ട്. നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് വൈറ്റ് റൈസ് നല്ല ഇഷ്ടമാണ്. പിന്നെ അതുപോലെ മീനും ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബീൻസ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഡിന്നറിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ കിച്ചണൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിടുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് കയറിയ പിന്നെ നമ്മൾ പണ്ടത്തെ പോലെ അത്ര ക്ലീനിങ്ങിൽ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല. ക്ലീനിങ് ഉഴപ്പുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല നമ്മുടെ കിച്ചണിലോട്ട് തിരിച്ചു വരാനും. പക്ഷേ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് നമുക്കത് വീണ്ടും നമുക്കത് വീണ്ടും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാമല്ലോ. അപ്പോൾ ഇന്നെന്തായാലും നൈറ്റ് ടൈം കിച്ചൺ ക്ലീൻ ചെയ്യാനൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് അത് നല്ലപോലെ തുടച്ച് കബോർഡിലോട്ട് തിരിച്ച് വെച്ച് കഴിയുമ്പോൾ തന്നെ കിച്ചൺ കുറച്ചും കൂടി ഒന്ന് മെസ് ഫ്രീ ആവുമല്ലേ. അപ്പോൾ അതിന് ശേഷം കിച്ചൺ ക്ലീൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. അതുപോലെ കൂടുതൽ ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇടാനും ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത രീതിയിൽ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയത്തെ ജോലി എന്ന് പറഞ്ഞാൽ മോളായിട്ട് കുറച്ച് നേരം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചെയ്യും. മാത്സും സയൻസും ആണ് കേട്ടോ മെയിൻലി നോക്കുന്നത്. അതൊക്കെയാണ് ആ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫിലെ കുറച്ച് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.